കണ്ണൂരിലെ ചെറിയ ഗ്രാമത്തിൽ നിന്നും കേരളത്തിലെ ഭയാനക പ്രളയങ്ങൾ, മഹാമാരികൾ, രാഷ്ട്രീയ കലാപങ്ങൾ എന്നിവയെ അതിജീവിച്ച നേതാവ് പിണറായി വിജയൻ എന്നത് ആരാണ്? കേരളത്തിന്റെ ഇരട്ടച്ചങ്കന്റെ കഥ ഇവിടെ തുടങ്ങുന്നു. 1945 കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് കയറി. കൈതര ഹാൻഡ്ലൂം ഫാക്ടറിയിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്ത അദ്ദേഹം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്. SFI മുഖേന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായത് അദ്ദേഹത്തെ CPIM പാർട്ടിയിലേക്ക് നയിച്ചു. അടിയന്തരാവസ്ഥയുടെ സമയത്ത് 1.5 വർഷത്തിലേറെ ജയിൽവാസം അനുഭവിച്ചപ്പോൾ പോലും അദ്ദേഹം പിൻവാങ്ങിയില്ല. പകരം അദ്ദേഹം കൂടുതൽ ശക്തിയോടെ രാഷ്ട്രീയത്തിൽ തിരിച്ചു വന്നു. 1996 അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റു. തുടർന്ന് 2016 അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. LDF ഭരണം വലിയ പ്രതീക്ഷകളോടെ തുടങ്ങിയിരുന്നു. എന്നാൽ 2018 മഹാപ്രളയം കേരളത്തിന് കനത്ത തിരിച്ചടിയായി ബാധിച്ചു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനമെങ്ങും വ്യാപക രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു. ലോകത്തിന് തന്നെ പ്രശംസ നേടി. പിന്നീട് 2020 കോവിഡ് മഹാമാരി വീണ്ടും മറ്റൊരു പ്രതിസന്ധിയായി മുന്നിലേക്ക് വന്നു. അപ്പോഴും മറ്റേതു സംസ്ഥാനത്തെക്കാളും മുൻഗാമിയായി രോഗനിവാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. സർക്കാരിന്റെ ഈ ഇടപെടലുകൾ ജനങ്ങളെ ഏറ്റവും അധികം ആകർഷിച്ചു. അതിനാൽ തന്നെ 2021 LDF ചരിത്രം സൃഷ്ടിച്ചു. തുടർച്ചയായി അധികാരം നേടുന്ന ആദ്യ ഇടതുമുന്നണി. ഒരു ശക്തനായ ഭരണാധികാരി എന്ന പേരിനൊപ്പം വിമർശനങ്ങളും വിവാദങ്ങളും പിണറായി വിജയനെ പിന്തുടർന്നു. സ്വപ്നയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസ് അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഏറെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഒരു ഇലക്ട്രീഷ്യനായി ആരംഭിച്ച ജീവിതയാത്ര കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നേട്ടങ്ങളും വിവാദങ്ങളും ഒരുമിച്ച് പിണറായി വിജയൻ ഇന്നൊരു ദൃഢനായ ഭരണശൈലിയുടെ പ്രതീകമാണ്. നമ്മുടെ മനസ്സിൽ തീരാത്ത ചർച്ചയാകുന്ന ഇത്തരം ആളുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.